ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നമ്മൾ ഗ്രീൻ പാർക്ക് ഏരിയയിലെ അസ്താൻ സരാവൂർ പോർട്ടിക്കോയിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മുടെ ഡൽഹി ഫ്ലൈറ്റ് രാത്രിയായ കാരണം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനെത്തുന്നത് ഏകദേശം ഒരു 11-11:30 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആരുമില്ല. അപ്പോൾ നമ്മളിതേ ഹോട്ടലിലേക്ക് കടക്കുകയാണ്. ക്രിസ്മസ് ആയ കാരണം അവിടെ ക്രിസ്മസ് തീമിലുള്ള കുറേ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അവർ നമുക്ക് 2 സെപ്പറേറ്റ് റൂമായിരുന്നു തന്നത്. അതൊരു ദിവസത്തിന് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നമുക്ക് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള 2 റൂമുകൾ തന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2 റൂമിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നത്തെ ദിവസം മുതൽ നമ്മൾ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. ആദ്യം തന്നെ കടന്നു വരുമ്പോൾ ഇവിടെ അങ്ങിയുണ്ട്. ലൈറ്റൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ ഒന്ന് കുളിച്ചാൽ അവിടെ കാണില്ലേ? അത് കാണും. ഇവിടെ ഒരു ബാത്റൂം ലൈൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയ മിററുണ്ട്. ആ കബോർഡും തുറക്കും. നല്ലൊരു എസ്തറ്റിക് കബോർഡ്. പിന്നെ ഇവിടെ ഒരു ലഗേജ് റാക്ക്, TV, ബെഡ്, കുഞ്ഞൊരു റൂം അല്ലേ? പക്ഷെ നല്ല ക്യൂട്ടാ. പാപ്പു, നിനക്ക് രാവിലെ കഴിക്കാൻ സീരിയൽസ് ഉണ്ടല്ലോ. സൈസിൽ കുറച്ച് ചെറുതാണെങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഒരു റൂമായിരുന്നു. അങ്ങനെ നമുക്കൊരു വിൻഡോ ലുക്ക് ഉണ്ട്. എന്താണ് ഇവിടുത്തെ ലുക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. റോഡാന്ന് തോന്നുന്നു അല്ലേ? റോഡാണ്. നമുക്ക് നാളെ ശരിക്കും കാണാൻ പറ്റും. സൺറൈസ് എവിടെ നിന്നാവോ? ഒരൈഡിയ ഇല്ല. സൺറൈസിൻ്റെ നേരത്ത് നമ്മൾ എഴുന്നേക്കും. കാരണം നമ്മുടെ ടൈം നേരില്ലേ. ഇതിവിടെ വേറൊരു ഹോട്ടലുണ്ട്, ഒരു സാറ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. തലേദിവസം രാത്രി വന്ന കാരണം നമുക്ക് ആർക്കും ഹോട്ടലൊന്നും അത്ര ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരം വെളുത്തപ്പോഴാണ് നമ്മളൊന്ന് ശരിക്കും കാണുന്ന ഹോട്ടൽ. അപ്പോൾ ഇതേ അന്ന അവിടെ നിന്ന് ഹോട്ടലിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം നോക്കുകയാണ്. നമ്മളിതേ അവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു നടുമുറ്റം തീമിലാണ് കേട്ടോ ഈ ഹോട്ടൽ അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ കാണുന്ന ആ റിസപ്ഷനെല്ലാം നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ കണ്ടതാണ്. ആ ഒരു തീമാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം തന്നെ സീരിയൽസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. പിന്നെ ക്രോസോയിൻസ്, കപ്പ് കേക്ക്സ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തുറന്നു നോക്കിയപ്പോൾ അതിൽ സേമിയ പായസമായിരുന്നു. അപ്പം തന്നെ എൻ്റെ ഉള്ളിലൊരു ലഡു പൊട്ടി. പിന്നെ ബോയിൽഡ് എഗ്ഗ്, പൊട്ടാറ്റോ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് കുൽച്ച എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സംഭവമായിരുന്നു ആയിരിക്കുന്നത്. നമ്മുടെ പൂരിയൊക്കെ പോലത്തെ ഒരു സംഭവം. ഇത് കുൽച്ചയുടെ കറി. അടുത്തതിൽ പോഹ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇഡ്ഡലി. 2 ടൈപ്പിലുള്ള ഇഡ്ഡലി ഉണ്ടായിരുന്നു, 2 കളറിൽ. എനിക്ക് തോന്നുന്നു 2 ഡിഫറെൻറ്റ് ഫ്ലേവറാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്ലേവേർഡ് യോഗട്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്പ്രൗട്ടഡ് ബീൻസ് ഉണ്ടായിരുന്നു. ആ ഇരിക്കുന്ന ചെറിയ ഗ്ലാസ്സിലുള്ളത് ഈ പാവയ്ക്കയുടെ കുഞ്ഞ് ഷോർട്ട്സ് ആയിരുന്നു. അതെല്ലാം ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ലാവിഷായിരുന്നു. Good morning, guys. So, as you may have seen, we just had breakfast. We are going back to our hotel room, and then we have a full day ahead of us. So, stay tuned to see what we do, what we eat, what we see, what we ഡൽഹി. in Delhi. Bye. ഇവിടെ എന്താ കാണിച്ച്? ഒന്ന് കാണിച്ച്.
ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള അകത്ത് നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്താ സഫ്ഡാർജംഗ്, എവിടെ സഫ്ഡാർജംഗ് ഹോസ്പിറ്റലൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു യൂസഫ് സറായി മാർക്കറ്റ്. പിന്നെ മൊത്തം മാർക്കറ്റുകളാണല്ലോ. ഇത് ഓട്ടോറിക്ഷ, കാറ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഇന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഗുലാബ് ജാമുനാണ്. അടുത്തതിൽ സോസേജസ് ഉണ്ട്, ബോയിൽഡ് എഗ്ഗ് ഉണ്ട്. അവർ ആ എഗ്ഗ് വെച്ചിരിക്കുന്നത് സോൾട്ടിലാണ് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ പാൻ കേക്ക്, അതുപോലെ മിക്സഡ് വെജിറ്റബിള് അതുണ്ടായിരുന്നു. അടുത്തതിലാണ് പൂരി. ഇന്ന് പൂരി ഡേ ആണ്. ഈ കാണുന്നത് പൂരിയുടെ കൂടെ കഴിക്കാനുള്ള വെള്ളക്കടലയുടെ കറിയാണ്. ഇതിൽ പരിപ്പ് കറിയും പിന്നെ സേമിയ വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവുമായിരുന്നു. അത് അത്ര എനിക്കിഷ്ടമായില്ല. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ 2 കളറിലുള്ള ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കോഫി മേക്കർ. ഈ സൈഡിലാണ് പിന്നെ അവർ ഇഡ്ഡലിയുടെ ചട്നി ഐറ്റംസ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇത് വലിയ പാത്രത്തിൽ സാമ്പാറാണ്. അത് കഴിഞ്ഞ് പിന്നെ ആസ് യൂഷ്വൽ സ്പ്രൗട്ടഡ് ബീൻസ്, ഇന്ന് സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗട്ട്, ഇന്ന് ABC ജ്യൂസിൻ്റെ ഷോട്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. ബീട്രൂട്ടിൻ്റെ ഷോട്ടാണ്. ഇന്നലെ നമുക്ക് പാവക്കയുടെ ആയിരുന്നു, അത് എടുത്തില്ല. ഇന്ന് ബീട്രൂട്ടിൻ്റെ ഷോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒറ്റ മണിക്ക് കുടിക്കണം. അങ്ങനെ കഴിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ നോക്കട്ടെ. ഇതെനിക്ക് ഇന്ന് പറ്റി, പക്ഷെ ഇന്നലെ പാവയ്ക്ക് പറ്റിയില്ല. നാളെ നമുക്ക് എന്താണെന്ന് നോക്കാം. കഴിച്ചു കഴിഞ്ഞോ? ഹാൻജി, നിനക്ക് ഇവിടുന്ന് ഇഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാ ഐറ്റം? പാൻകേക്ക്. അപ്പം ശരി ഹാൻജി. ഇനി എന്താ മാഡത്തിന് പറയാനുള്ളത്? നമസ്തേ. എന്ത് നീ പറഞ്ഞു? നമസ്തേ. നമസ്തേ ജി. नमस्ते मैम. आपका दिन कैसा है? अच्छा है? अच्छी है. ഹലോ, ഇന്ന് വേറൊരു ദിവസം ഞങ്ങളിവിടെ ഹോട്ടലിൽ. ഇന്ന് ഞങ്ങൾക്ക് പാവക്കയുടെ ഷോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കുടിച്ചോട്ടെ? നിനക്ക് എന്താ തോന്നണം? എനിക്ക് കുടിക്കാൻ പറ്റുമോ? തോന്നണില്ല. അയണ ഗുഡ് മോർണിംഗ്. ഡേ 5. എന്ത് തോന്നുന്നു? ഡൽഹി ഇഷ്ടമായോ? എന്താ ഇഷ്ടമായത്? ഫുഡാണോ അതോ സൈറ്റ് സീയിങ് ആണോ? സൈറ്റ് സീയിങ് നല്ലതാ. നമ്മൾ കുറേ ലൈക്ക് ഓൺലൈൻ കാണുന്ന അട്രാക്ഷൻസ് ഒക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു നല്ല ചാന്ദിനി ചൗക്കി പോയപ്പോൾ ആ റിക്ഷ റൈഡ് നിനക്ക് ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായോ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചെയ്യണ ഒരു എക്സ്പീരിയൻസ് അല്ല. പക്ഷേ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ ചെയ്യണ നേരത്തെ നമ്മളതൊന്നും കൂടി വാല്യുബിൾ ആയിട്ട് ചെറിഷ് ചെയ്യും. എനിക്ക് ഓൾഡ് ഡൽഹി അത്ര ഇഷ്ടമായില്ല. ആ ലൈഫും സഫറിങ്ങും ഒക്കെ കണ്ടപ്പോൾ കുറച്ച് അപ്സെറ്റായി. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പോണത് എവിടേക്കാ? ഇന്ന് നമ്മൾ പോണത് അക്ഷർധാം. പിന്നെ എങ്ങോട്ടാ? നിന്റെ ഫേവറേറ്റ് സ്ഥലം? യെസ്, നാഷണൽ മ്യൂസിയമിൽ പോകും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? യെസ്. ഗുഡ് മോർണിംഗ്. ഇതാണ് വേറൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഖീർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പായസം പോലെ ഒരു സംഭവം. ഇത് നല്ല സൂപ്പറായിരുന്നു. ഇന്ന് ബീട്രൂട്ട് ഷോട്ടായിരുന്നു. ജിയോ ഓംലെറ്റാണ് കഴിക്കുന്നത്.